നമ്മൾ നല്ലൊരു ലൈസൻസ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ദ്രോഹിക്കുകയെന്ന് പറഞ്ഞു. പക്ഷേ നല്ല ലൈസൻസ് കൊടുത്തുകൊണ്ട് ഒരുപാട് അപകടം കുറഞ്ഞിട്ടുണ്ട്. KSRTCയുടെ മേജർ ആക്സിഡൻറ്റ് തന്നെ 360, 380 വരെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. 157 താന്നു. മറ്റൊരു കാര്യം, ഈ നമ്മുടെ അവയവദാനത്തിലൂടെ കേരളത്തിൽ മുഴുവൻ മാറിയ ആലിനെ ആ അപകടത്തിനിടയാക്കിയ വാഹനം ഓടിച്ചത് ഒരു 81 വയസ്സുകാരനാണ് എന്നുള്ളതാണ് ഒരു. അപ്പം ഈ നമ്മളുടെ സംസ്ഥാനത്ത് ഒരു പ്രായപരിധി നിശ്ചയിക്കേണ്ടത് അതായത് ഒരു 80 വയസ്സിൽ കൂടുതൽ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി എന്നൊക്കെ പറയുന്നത് അല്ല, അത് ചെയ്യേണ്ടതാണ്. എല്ലാ രാജ്യത്തും ഉണ്ട്, ഇവിടെയും ചെയ്യേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിനാണ്. നമ്മൾ നല്ലൊരു ലൈസൻസ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാനത് ദ്രോഹിക്കുകയെന്ന് പറഞ്ഞു. പക്ഷേ നല്ല ലൈസൻസ് കൊടുത്തുകൊണ്ട് ഒരുപാട് അപകടം കുറഞ്ഞിട്ടുണ്ട്. KSRTCയുടെ മേജർ ആക്സിഡൻറ്റ് തന്നെ 360, 380 വരെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. 157 താന്നു. മേജർ ആക്സിഡൻസിൻ്റെ എണ്ണം. മേജർ ആക്സിഡൻസ് പറയുമ്പോൾ കോടികളാണ് നഷ്ടം വരുന്നത്. വണ്ടി നിജപ്പെടുത്തേണ്ടതുണ്ടോ ഈ പ്രായപരിധി അടിസ്ഥാനപ്പെടുത്തി? അത് നിജപ്പെടുത്തണം. കാരണം ഒരു പരിധി കഴിഞ്ഞാൽ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട്, ഹെൽത്ത് നിയമത്തിൽ പറയുന്നുണ്ട്, ആരോഗ്യത്തിൽ ഫിറ്റ് ആയിരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ കണ്ണ് മാത്രമേ പരിശോധിക്കാറുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആരോഗ്യപരമായി ആൾ ഫിറ്റാണ്, മെമ്മറിയൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ ഉള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ വൺസ് എനിക്ക് ലൈസൻസ് കിട്ടി, എനിക്ക് ആരും അറിയുന്നില്ല, എനിക്ക് അൽഷിമേഴ്സ് വന്നു നോക്കും, ഞാൻ വണ്ടി എടുത്ത് വെച്ച് ഓടിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് ഫുള്ളി ഫിറ്റ് ആയിരിക്കണമെന്നാണ്, ബോഡി ഫുള്ളി ഫിറ്റ് ആയിരിക്കണമെന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. കണ്ണ് മാത്രമല്ല. അതിനിപ്പോൾ ആ ഒരു വ്യവസ്ഥ കൂടുതൽ കർശനാക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ അല്ല, അതിനെപ്പറ്റി ആലോചിക്കുന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷൻ സമയത്ത് നമ്മളത് കൊണ്ടുവന്ന് പുതുക്കാനായി അപേക്ഷ കൊടുക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇവരുടെ ഒരു സ്ഥിതി എന്താണോ പരിശോധിക്കുന്നത്. ഇത് അതിനെ കാര്യം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നില്ല, കണ്ണിന്റെ സർട്ടിഫിക്കറ്റ് മാത്രമേ ചോദിക്കും. അതും വ്യാജ സർട്ടിഫിക്കറ്റാണ്. ഈ ഒപ്പ് ഇട്ടങ്ങ് കൊടുക്കണം ചില ഡോക്ടർമാർ. അതുകൊണ്ട് ഒരു മാറ്റം പറ്റുന്നുണ്ട്. അപ്പോൾ ഐ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന ഡോക്ടർ അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് അദ്ദേഹം തന്നെ നേരിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ ഈ കണ്ണ് പരിശോധിച്ച സർട്ടിഫിക്കറ്റ് തന്നെ കള്ളത്തരത്തിൽ കൊടുക്കുകയാണ്, അടിച്ചങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഡോക്ടർ തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഒരു സംവിധാനം വിദേശ രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ്. അത് നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ്. ഡോക്ടർ തന്നെ അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ എൻ്റെ കണ്ണ് പരിശോധിച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് പരിശോധിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് അദ്ദേഹം വാഹന സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമേ എൻ്റെ ലൈസൻസ് വാലിഡ് ആവും. ഗൾഫിലൊക്കെ അങ്ങനെയാണ്. കണ്ണ് പരിശോധിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് അവർ തന്നെ അപ്ലോഡ് ചെയ്യും, അടുത്ത സെക്കൻഡ് നമുക്ക് ലൈസൻസ് കിട്ടും.